മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഞങ്ങളെ പോലത്തെ എല്ലാ മുത്തഅല്ലിമീങ്ങളും ഫസ്റ്റ് ഓതപ്പെട്ട ഒരു ഹദീസ് അടിക്കറ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى الدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും സഹിയാവുടെ അത് അമലുകൾ സഹിയാവുടെ നിയത്ത് കൊണ്ട് മാത്രമായിരിക്കും. നിയത്ത് കൊണ്ട് മാത്രമായിരിക്കും അമലുകൾ സഹിയാവുടെ. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى, ഓരോ മനുഷ്യനുക്കും അവൻ കരുതിയതായ ഒന്നുണ്ട്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഒരുത്തന്റെ ഹിജ്റ അല്ലാഹു അവന്റെ റസൂലിലേക്കുമായി ഉണ്ടായെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ അവന്റെ ഹിജ്റ അല്ലാഹുവിനും അവന്റെ റസൂലിലേക്കുമായിരിക്കും. വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയ, ഒരുത്തന്റെ ഹിജ്റ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടായെങ്കിൽ, ദുനിയാവുടെ ആവശ്യത്തെ ചിലപ്പോൾ തന്നെ കച്ചവടത്തെ ആവശ്യമായിട്ടിരിക്കുന്ന അവൻ ഹിജ്റ പോകേണ്ടത്. അപ്പോൾ ഹിജ്റ അവൻ്റെ ദുനിയാവിൻ്റെ ആവശ്യമായിട്ടെങ്കിൽ ഇലല്ലാഹി ഫമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയ യുസീബുഹ, അപ്പോൾ ആ ഹിജ്റ അവനക്ക് കിട്ടും. ഫഹിജ്റതുഹു ഔ ഇംറഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ അവൻ്റെ ഹിജ്റ ഒരു പെണ്ണിടെ മഹിളാവുണ്ടായെങ്കിൽ മഹദി ഖൈസ് റളിയല്ലാഹു അൻഹ അവരുടെ വിവാഹാലോചനമാക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ അവർ അറാബിയായ മനുഷ്യരെ ആ മഹദിരെ കല്യാണാലോചനക്കടെ. അപ്പോൾ ഖൈസ് റളിയല്ലാഹു അൻഹ ആ അറാബിയായ മനുഷ്യരെ ചൊല്ലു എന്നിട്ട് ഹിജ്റ വന്നിട്ടായി മാത്രമേ ഞാൻ നിക്കാഹാക്കരെ, എൻ്റെ നിക്കാഹ് ചെയ്യപ്പെടുക സാധ്യവിടെ. അപ്പോൾ ആ അറാബിയായ ഗ്രാമീണനായ മനുഷ്യ നിക്കാഹ് ഹിജ്റ പറകു സമ്മതിക്കട്. അങ്ങനെ ആ അറാബിയായ മനുഷ്യ ഹിജ്റ പോകണ്ടേ ഒരു കല്യാണത്തെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ ഫഹിജ്റതു ഇലാ മാ ഹാജറ, അവൻ്റെ ഹിജ്റ അവന് കരുതിയ ഒന്നിൻ്റെ മേലേടിക്കണം അവൻ്റെ ഹിജ്റ അവിടെ. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ അമലുകളും സഹിയാവുന്നുണ്ടായെങ്കിൽ അവൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമേ ഇടിക്കും. എല്ലാ ഇബാദത്തുകളും സഹിയാവുന്നത്, എല്ലാ അമലും പരിഗണിക്കപ്പെട്ടിട്ട് അവൻ്റെ ഉദ്ദേശം അനുസരിച്ചിട്ടായിരിക്കും. ഒരാൾ 5 വക്ത് നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും പ്രത്യക്ഷത്തിൽ എല്ലാവരും ഒരു സ്വാലിഹായ അമൽ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കാറുണ്ടായെങ്കിൽ അത് ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ചൊന്നെങ്കിൽ ഇബാദത്ത് എടുക്കുന്നത് ത്വാഅത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അത് അള്ളാഹു മാത്രമായിട്ട് കൊണ്ടായിരിക്കും. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരാൾ 5 വക്ത് നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സകാത്ത് കൊടുക്കുക, സദഖ കൊടുക്കുക, ഹജ്ജ് കർമ്മ ചെയ്യണ, ഇതെല്ലാം പ്രത്യക്ഷത്തിൽ എല്ലാം സ്വാലിഹായ അമലാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നുണ്ടായെങ്കിൽ ഇതിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസിലെ ഒരു അമലും പ്രവർത്തനം സഹിയാവില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതായിട്ട് ഞാൻ കേട്ടേ. ಅಂದ್ರೆ 3 വിഭാഗം ആൾക്കാർ ഖിയാമത്തിനാൾ 3 വിഭാഗം ആൾക്കാരെ ഫസ്റ്റ് വിചാരണ ചെയ്യും. ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ മനുഷ്യ. രണ്ടാമത്തെ മനുഷ്യ അള്ളാഹുവിന്റെ നൂറാനിയത്തായ പരിശുദ്ധമായ ഇൽമിനെ പഠിച്ച ഒരു ആലിമായ മനുഷ്യ. മൂന്നാമത്തെ ധർമ്മിഷ്ഠനായ മനുഷ്യ. അങ്ങനെ 3 വിഭാഗം ആൾക്കാരെ അള്ളാഹുനാലെ വിചാരണ ചെയ്യേണ്ടി ഇങ്ങനെ മഹ്ശറത്തിൽ വിളിക്കുമ്പോൾ, അപ്പോൾ ഫസ്റ്റ് മനുഷ്യ അള്ളാഹുവിന്റെ രക്തസാക്ഷിയായ മനുഷ്യരട്ട അവന് കൊടുത്ത നിയമത്തെ അള്ളാഹുവിനെ ഡിസ്പ്ലേ ഇങ്ങനെ കാട്ടാം. അപ്പൊ ആ നിയമത്തുകളെ അവനക്ക് ഫുള്ള് അർത്ഥവും ഈ ഡിസ്പ്ലേ നോക്കിയിട്ട് അവനക്ക് അർത്ഥമായപ്പോ അപ്പോൾ അള്ളാഹു കേൾക്കണ ഈ നിയമത്തിന് വേണ്ടിയിട്ട് നീ എന്തരാക്കിയ, ഈ നിയമത്തിന് വേണ്ടിയിട്ട് നീ എന്തരാക്കിയിട്ട് ചൊല്ലുമ്പോ ആ മനുഷ്യ ചൊല്ല അള്ളാഹുവേ നിന്റെ ദീനിന്റെ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത രക്തസാക്ഷിയായിട്ട്. അപ്പോ അള്ളാഹു തിരിച്ചു ചൊല്ല
ನೀನು ಕಲವು ಚೊಂದರೆಡಿಕರು ನೀನು ಕಲವು ಚೊಂದೆ ಕಾರಣ ನೀನು ಯುದ್ಧ ചെയ്തರೆ നീയൊരു ധീരനായിട്ട് ഒരു ചൊല്ലുകേണ്ടിക്കരല്ലേ നീನು യുദ്ധ ആക്കിരെ അതുകൊണ്ട് നിന്റെ അള്ളാഹു അവന്റെ അമലുകളെല്ലാം അവന്റെ മേൽ എറിഞ്ഞിട്ട് അവന്റെ അള്ളാഹു നരകത്തിൽ കിട്ടാണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഊദു ബില്ലാഹി അല്ലാഹു തആല കാദുസലാമത്തെ രണ്ടാമത്തെ മനുഷ്യ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന്റെ ഇൽമുടെ പഠിച്ച ഒരു പണ്ഡിതൻ ഒരു ആലിം ആ ആലിം വരട്ട അള്ളാഹു അവർക്ക് കൊടുത്ത നിയമത്തിനെ ഡിസ്പ്ലേ ആയിട്ട് കാട്ടുക അപ്പോ ആ മനുഷ്യരോട് കേൾക്കുന്ന ഈ നിയമത്തുക അനുസരിച്ച് നീ യന്ത്രാമലാക്കിയ അപ്പൊ ആ മനുഷ്യരുടെ ആ പണ്ഡിതനായ മനുഷ്യരുടെ അള്ളാഹുവെ നിന്റെ ദീന്റെ പഠിച്ചിട്ട് അതുപോലെ അമലാക്കിയിട്ട് പഠിപ്പാണ്ടിട്ട് കൊടുത്തിയ എങ്ങനത്തെ ആൾമാർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങൾ വെച്ചിട്ട് ഉത്തമമായ ആൾമാർ ഖുർആൻ പഠിച്ച ആൾമാരും ഖുർആനെ പഠിപ്പാട്ടിയ ആൾമാരായിട്ട് ദുനിയാവ് നിങ്ങൾ വെച്ചിട്ട് നല്ല ആൾമാരുണ്ട് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച അതേ മനുഷ്യരായിട്ട് അള്ളാഹുവിനെ ക്വസ്റ്റ്യൻ കേൾക്കണേ നീ ഈ ഡിസ്പ്ലേ നോക്കിയിട്ട് ഇതൊക്കെ വേണ്ടിട്ട് നീ യന്ത്രാമലാക്കിയാണ് അപ്പോ ആ മനുഷ്യരുടെ ആ ആലിമായ മനുഷ്യരുടെ ഞാൻ എന്റെ ദീന്റെ പഠിച്ചിട്ട് ഞാൻ അതുപോലെ അമലാക്കിയിട്ട് ആൾമാർക്ക് പരിപാടി കൊടുത്തരാണ് അപ്പോ ആ മനുഷ്യരുടെ അള്ളാഹു ചൊല്ലേ നീ കളവ് ചൊന്നെ കഥ ബുദ്ധ ഈ കളവ് ചൊന്നെ എങ്കിലും നീ എല്ലാം പഠിച്ചത് നീ ഖുർആൻ ഓതിയത് നീ അമലാക്കിനെ ആൾമാർ ചൊല്ലുക വേണ്ടിട്ട് നീ ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ നീ ഒരു ഖുർആൻ ഓതറാന്നിട്ട് ആൾമാർ കാണുക വേണ്ടിട്ട് ആൾമാർ ചൊല്ലുക വേണ്ടിട്ട് നീ ഇബാദത്ത് തീർക്കാണ്ടായെങ്കിൽ അതുകൂടെ സ്വീകരിക്കപ്പെട്ടതല്ലാണ്ട് ഇങ്ങനെ മലൈക്കന്മാർ ചൊന്നിട്ടു അവന്റെ അമലുകളെല്ലാം അവന്റെ മേലെ എറിഞ്ഞിട്ട് അവന്റെ നരകത്തിലിട്ട് അള്ളാഹു കാദുസലാമത്താകട്ടെ മൂന്നാമത്തെ വിഭാഗം ധർമ്മിഷ്ഠനായ മനുഷ്യ ആ ധർമ്മിഷ്ഠനായ മനുഷ്യരട്ട അള്ളാഹു കൊടുത്ത നിയമത്തുകളെല്ലാം ഇങ്ങനെ കാട്ടിട്ടാകുമ്പോ ആ മനുഷ്യർ അറിഞ്ഞിട്ട് ആ മനുഷ്യ അവന്റെ നിയമത്തുകളെല്ലാം അറിയില്ല അപ്പോ അള്ളാഹു കേൾക്കുക നീ ഈ നിയമത്തെ വേണ്ടിട്ട് എന്തരാക്കിയാൻ അപ്പൊ അള്ളാഹു അവന്റെ ചൊല്ല ನಾನು ನಿന്റെ നിയമത്തിനെ നിന്റെ എനിക്ക് വേണ്ടിയിട്ട് പാവത്ത ആൾമാരിനെ സഹായിച്ച ഇങ്ങനെ ഫക്കീറായ മിസ്കിനായ മനുഷ്യന്മാർക്ക് ഞാൻ ഇങ്ങനെ സഹായിച്ച എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അള്ളാഹു ചൊല്ല നീ കളവ് ചൊന്നേ നീ ആൾമാർ നീ ഒരു വലിയൊരു ധർമ്മിഷ്ഠനാണ് അല്ലെങ്കിൽ നീ ഒരു വലിയൊരു കൊടുതിയാണ് നീ ഒരു ദാനിയാണ് അങ്ങനെ ചൊല്ലുക വേണ്ടിയിട്ടില്ലേ നീ ഇങ്ങനെ ദാനാക്കിരേണ്ട അപ്പോൾ അവന്റെയും അമലുകളെല്ലാം മോത്ത് എറിഞ്ഞിട്ട് അവന്റെയും അള്ളാഹു നരകത്തിലിട്ട് അള്ളാഹു താനങ്ങളേറും കാദുസലാമത്താക്കട്ടെ ഇങ്ങനെയുള്ള ഞങ്ങളെ അമലുകളെ ബാത്തിലാക്കുന്ന നിയത്ത് ഉദ്ദേശത്തെ തൊട്ട് അള്ളാഹു ഞങ്ങളെ കാദുസലാമത്താക്കട്ടെ റഹ്മാനും റഹീമായ അള്ളാഹ് പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വാലിഹായ പോലെ നമ്മൾ ഇന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഒരു പ്രതീക്ഷയുള്ള ജാവു അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ലൈലത്തുൽ ഖദർ കിട്ടുന്ന മഹാഭാഗ്യമാരിൽ കൂട്ടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ അന്തസ്സിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ ബാപ്പ ഉമ്മ ഉസ്താദുമാർ ഞങ്ങളെ സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയായി പ്രദാനം ചെയ്യട്ടെ നാഫിയായി പഠിക്കുന്നതിനനുസരിച്ച് ജീവിക്കണം ജീവിതത്തിൽ പകർത്തുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി